So first question ശ്രദ്ധിക്കുക. First question, dash is a set of permitted value for each attribute. അപ്പൊ നമ്മൾ ഇന്ന് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു സെക്ഷനിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായാലും കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഡൊമൈൻ എന്നാണ്. ഡാഷ് ഇസ് എ പെർമിറ്റഡ് വാല്യൂ ഫോർ ഈച്ച് ആട്രിബ്യൂട്ട് അല്ലെ, അതായത് റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആണ്. അപ്പൊ നമുക്കറിയാം റിലേഷണൽ ഡേറ്റാബേസിനകത്ത് നമുക്ക് ഓരോ ടേബിളിനെയും നമ്മൾ റിലേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, റിലേഷനകത്ത് നമുക്ക് കുറെ റോസ് ഉണ്ടാകും, അതുപോലെ തന്നെ കുറെ കോളംസ് ഉണ്ടാകും. ആ കോളത്തിന് എല്ലാത്തിനും ഒരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ID, നെയിം, മൊബൈൽ നമ്പർ. ഓക്കെ, ഇതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ 3 ആട്രിബ്യൂട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഓരോ റോയും നമ്മൾ എന്താ പറയുന്നത്, ടപ്പിൾ എന്നുള്ള പേരിലാണ് ഓരോ റോയും നമ്മൾ പറയുന്നത്. ഇനി ID നമ്മൾ അണ്ടർസ്കോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ IDയുടെ കൺസെപ്റ്റ് എന്തായിരിക്കും, ഈ ഒരു കോളം പ്രൈമറി കീ ആയിരിക്കും എന്നാണ് അതിന്റെ മീനിങ്. ഇനി ഈ ഓരോ കോളത്തിലും പെർമിറ്റഡ് ആയിട്ടുള്ള വാല്യൂസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമൈൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇതില് നെയിം എന്ന് പറയുമ്പോൾ ആട്രിബ്യൂട്ട് നെയിം ആണ്. ആ ആട്രിബ്യൂട്ട് നെയിമിന് അലൗഡ് ആയിട്ടുള്ള പെർമിറ്റഡ് ആയിട്ടുള്ള കുറെ വാല്യൂസ് ഉണ്ട് അല്ലെ, അതായത് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ നെയിം. അപ്പം ആ ഒരു നെയിം മാത്രമേ ഇതിൽ പെർമിറ്റഡ് ആയിട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനെ പെർമിറ്റഡ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടിന് പെർമിറ്റഡ് ആയിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. സപ്പോസ് ഈ ഒരു ടേബിള് സ്റ്റുഡന്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ് എങ്കിൽ ആ സ്റ്റുഡന്റിന് പറയുന്ന ആ ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടേബിളിലും ഓരോ വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻസ്, കൺസ്ട്രെയിൻസ് അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന കൺസ്ട്രെയിൻസിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്നുള്ള ഒരു നെയിമിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിള് മറ്റൊരു ടേബിൾ ആണ് ടീച്ചർ എന്ന് പറയുന്ന ഒരു ടേബിള്. ഓക്കെ, മറ്റൊരു ടേബിൾ ആണ് ടീച്ചർ എന്ന് പറയുന്ന ടേബിൾ. അപ്പൊ ഈ 2 ടേബിളുമായിട്ട് സ്റ്റുഡന്റിന്റെ ടേബിളും ലിങ്ക്ഡ് ആയിരിക്കും. അതിന് ചിലപ്പോൾ ടീച്ചർ, ടീച്ചേഴ്സ്, എ സ്റ്റുഡന്റ് അങ്ങനെ ആയിരിക്കാം അല്ലെ. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ടേബിളുകളെ കണക്ട് ചെയ്യിക്കാനായിട്ട്, ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് റിലേഷൻഷിപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയുള്ളൂ. എ ഹാഷ് ടേബിൾ ഇംപ്ലിമെന്റേഷൻ യൂസസ് ഫംഗ്ഷൻ ഓഫ് K mod 7 and linear probing to resolve collision. What is the ratio of numbers in the following series without and with collision if 7 buckets are used? മാം, ഞങ്ങൾക്ക് പിന്നെ ഇൻഡെക്സിങ് അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ഇൻഡെക്സിങ്ങിന്റെ ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ പറഞ്ഞു തരാം. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഹാഷ് ടേബിൾ ആണ്. അതായത് ഈ ഹാഷിംഗ് ടെക്നിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോ റിലേഷണൽ ഡേറ്റാബേസിന്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ റിലേഷണൽ ഡേറ്റാബേസിൽ എന്താ നമുക്കുള്ളത്, കുറെ റിലേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറെ ടേബിൾസ് ഉണ്ട്. ഈ ടേബിൾസിൽ എന്തായിരിക്കും ഉണ്ടാകുന്ന, കുറെ ടപ്പിൾസ് ഉണ്ട്, കുറെ റോകളുണ്ട്. ഈ റോ റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ റെക്കോർഡുകളെ ആയിരിക്കും. സപ്പോസ് നമ്മുടെ നേരത്തെ എക്സാമ്പിളിൽ സ്റ്റുഡന്റിന്റെ ഒരു ടേബിൾ ആണ് എങ്കിൽ ഇതിൽ ഓരോ റോയും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ സ്റ്റുഡന്റിനെ ആയിരിക്കും. സോ ഇങ്ങനെ ഈ റിലേഷണൽ ഡേറ്റാബേസിന്റെ ഈ കോൺസെപ്റ്റിൽ ഈ ടേബിള് നമ്മൾ ടേബിളിൽ ഓരോ റെക്കോർഡുകളായിട്ട് നമ്മൾ പറയുന്നു. എനിവേ നമ്മൾ ഇതിനെ കീപ്പ് ചെയ്യുന്നത്, നമുക്ക് അറിയാം DBMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റാനെ ഡേറ്റാബേസ് ആയിട്ട് കീപ്പ് ചെയ്യണം അല്ലെ. ഡേറ്റാബേസിലായിരിക്കും ഈ ഡേറ്റ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ ഒരു ഫയൽ കോൺസെപ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഡേറ്റാനെ എല്ലാം കീപ്പ് ചെയ്ത് വെക്കുന്നത്. സോ ഈ ഫയലിനകത്ത് ഓരോ ബ്ലോക്ക് ആയിട്ടായിരിക്കും, അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അത് പേജ് എന്ന് പറയുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ ഓരോ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഓരോ ഫയലിനെയും തന്നെ ഓരോ ടേബിളിനെയും നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാഷ് ടേബിളിനകത്ത് നമ്മൾ ചില ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. സപ്പോസ് ഇതാണ് നമ്മുടെ ബ്ലോക്ക്, അതായത് ഇതാണ് നമ്മളുടെ ബ്ലോക്കിനേക്കാളും നമുക്ക് വേണമെങ്കിൽ പറയാം ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ, അതായിരിക്കും കുറച്ചുകൂടെ മീനിങ് ഫുള്ള്. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്.
ഇവിടെ നമുക്കൊരു ബുക്കിന്റെ ഒക്കെ ഇൻഡെക്സിങ് ഉള്ളതുപോലെ തന്നെ നമുക്കൊരു ഇൻഡെക്സ് ഫയൽ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഡെക്സ് ഫയല്. അപ്പൊ ഈ ഹാർഡ് ഡിസ്കില് പല പല ബ്ലോക്കുകൾ ഉണ്ടാകും. ഓക്കെ, ഇത് ബ്ലോക്ക് 1, ഇത് ബ്ലോക്ക് 2, ഇത് ബ്ലോക്ക് 3. ഈ ബ്ലോക്കിലോട്ടുള്ള പോയിന്ററുകളായിരിക്കും ഈ ഇൻഡെക്സ് ഫയലിൽ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻഡെക്സിങ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. സ്പാർസ് ഇൻഡെക്സ് ആൻഡ് ഡെൻസ് ഇൻഡെക്സ്. സ്പാർസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബ്ലോക്ക് പോയിന്റർ ആണ് ഈ ഇൻഡെക്സ് ഫയലിൽ കീപ്പ് ചെയ്യുന്നത് എങ്കിൽ ഓരോ ബ്ലോക്കിലോട്ടുള്ള പോയിന്ററുകൾ മാത്രമാണ്, ഓക്കെ, ഓരോ ബ്ലോക്കുകളിലോട്ടുള്ള പോയിന്ററുകൾ മാത്രമാണ് നമ്മൾ ഈ ഇൻഡെക്സ് ഫയലിൽ കീപ്പ് ചെയ്യുന്നത് എങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സപ്പോസ് ഈ ഒരു ബ്ലോക്കിനകത്ത് കുറെ റെക്കോർഡുകൾ ഉണ്ടാകും. അത് 10, 20, 30 ഒരു സോർട്ടഡ് ഓർഡറിലായിരിക്കാം. ഇവിടെ 40, 50, 60 ഇങ്ങനെ പോവാണ്. അപ്പൊ ഇവിടെ നമ്മൾ 10 പ്ലേസ് ചെയ്യും. അപ്പൊ ആ 10 പ്ലേസ് ചെയ്തിട്ട് 10 എവിടെയാണോ ഇരിക്കുന്നത് ആ ബ്ലോക്കിലോട്ടുള്ള അഡ്രസ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യും. അതാണ് ആ ബ്ലോക്ക് അഡ്രസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ബ്ലോക്കിന്റെ അഡ്രസ് ആണ് ഇത്. അവിടെ നമ്മൾ 40 ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അടുത്ത ബ്ലോക്കില് 70 ആണ് സ്റ്റാർട്ടിങ് എങ്കിൽ ആ 70 ആയിരിക്കും ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സപ്പോസ് നമുക്കിപ്പോ 30 എന്ന് പറയുന്ന ഒരു റെക്കോർഡ് എടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 10 ചെന്ന് 10ന്റെ ബ്ലോക്ക് പോയിന്ററിൽ എത്തി ഈ ഒരു ബ്ലോക്കിലെത്തി ഇവിടെ നിന്ന് നമ്മൾ സീക്വൻഷ്യൽ സെർച്ച് ചെയ്തിട്ടാണ് ഈ 30ന്റെ റെക്കോർഡ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്പാർസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഡെൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ റെക്കോർഡിനും ഇവിടെ ഇൻഡെക്സ് ഫയലിൽ എന്തുണ്ടാകും? ഓരോ ഇൻഡെക്സ് ഉണ്ടാകും. അതായത് 10നും 20നും 30നും 40നും ഒക്കെ ഇൻഡെക്സ് ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്താ പ്രശ്നം? ഡെൻസിന്റെ വരുന്ന ബുദ്ധിമുട്ട് എന്താണ്? നമ്മളുടെ ഫയൽ, ഹാർഡ് ഡിസ്കിലെ ഫയലിന്റെ ഓരോ റെക്കോർഡും കൂടുന്നതിനനുസരിച്ച് ഇൻഡെക്സ് ഫയലിന്റെ ലെങ്തും അതിന്റെ സൈസും കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 10 എന്ന് പറയുന്ന ഈ ഒരു റെക്കോർഡിനെ ഈ ബ്ലോക്ക് 1ലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അത് ചുമ്മാ അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ചില കാൽക്കുലേഷൻസ് ഉണ്ട്. ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റെക്കോർഡിനെയും ഓരോ ബ്ലോക്കിലോട്ട് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെ ചില ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. അതിനുവേണ്ടി ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ യൂസ് ചെയ്തൊരു ഹാഷ് ഫംഗ്ഷൻ ആണ് k mod 7 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്ന പാറ്റേൺ ഒന്ന് എടുത്തെഴുതാം. 32, 56, 87, 23, 65, 26, 93. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് ഉണ്ടായിട്ടുള്ള വിത്തൗട്ട് ആൻഡ് വിത്ത് കൊളീഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സീരീസിൽ എത്ര കൊളീഷൻസും എത്ര കൊളീഷൻ ഇല്ലാതുണ്ട് എന്ന് നോക്കണം. അതോടൊപ്പം തന്നെ ലീനിയർ പ്രോബിംഗ് ടെക്നിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഇൻഡെക്സ് സ്ട്രക്ചർ എന്ന് അസ്യൂം ചെയ്യുക. മാത്രമല്ല നമ്മുടെ ക്വസ്റ്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? 7 ബക്കറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ബക്കറ്റ്സുകൾ കൗണ്ട് ചെയ്യാം. 0, 1, 2, 3, 4, 5, 6 അല്ലെ? 0, 1, 2, 3, 4, 5, 6. അപ്പൊ ടോട്ടൽ 7 ബക്കറ്റ്സ് ആയി. ഇനി ആദ്യം നമ്മൾ 32നെ എടുത്തു. 32 mod 7 ആണ് നമ്മളുടെ ഫംഗ്ഷൻ. എന്താണ്? k mod 7 ആണ് ഉദ്ദേശിക്കുന്നത്. k എന്ന് പറയുന്നത് എന്താണ്? കീ ആണ് കേട്ടോ. അതായത് ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ റോൾ നമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഈ കീയെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ 32 mod 7 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 32നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അല്ലെ 4, 28, റിമൈൻഡർ എത്രയാ? 4 വന്നു. അതായത് ഈ 37 എന്ന് പറയുന്ന ഈ ഒരു കീ ഉള്ള ഈ റെക്കോർഡിനെ നമ്മൾ 4 എന്ന് ഇൻഡെക്സ് ഉള്ള ഈ ഒരു ബ്ലോക്കിലോട്ടാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. 32 ഇപ്പൊ ഇവിടെ വന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കോൺസെപ്റ്റ്? ഒന്ന് കമന്റ് ചെയ്യുവോ? യെസ് മാം. ഓക്കെ, അപ്പൊ അടുത്തത് 56 വന്നു. 56 നമ്മൾ ഇതുപോലെ തന്നെ mod 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8. റിമൈൻഡർ എത്ര കിട്ടും? 0 കിട്ടും. അപ്പൊ 56നെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. 56നെ വെച്ചു. അപ്പം 32 കഴിഞ്ഞു, 56 കഴിഞ്ഞു. ഇനി 87 വന്നു. വീണ്ടും mod 7 എടുത്തു അല്ലെ? mod 7 എടുക്കുമ്പോ
റിമൈൻഡർ 3 വന്നു. അപ്പൊ 87നെ 3 വെച്ചു നമ്മള്. ഓക്കെ, ഇനി 23 വന്നു. 23 വരുമ്പോ 23 മോഡ് 7 ചെയ്തപ്പോ 2, 21, റിമൈൻഡർ 2 വന്നു. അപ്പൊ 2 എവിടെയാണോ അവിടോട്ട് നമ്മൾ 23നെ റിപ്ലേസ് ചെയ്തു. ഇനി 65 വന്നു. 65 മോഡ് 7 ചെയ്യണം. 65 മോഡ് 7 എത്ര വരും? ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ 2-ലോട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെ 2-ൽ എന്തായി? കൊളീഷൻ ഒക്കർ ചെയ്തില്ലേ? 2-ൽ ഓൾറെഡി ഒരു ഡേറ്റ ഉണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വീണ്ടും നോക്കേ, എ ഹാഷ് ടേബിൾ implementation uses function of k mod 7 and linear probing. ഈ കൊളീഷൻ ഒക്കർ ചെയ്യുമ്പോഴാണ് നമ്മൾ ലീനിയർ പ്രോബിംഗ് ചെയ്യുന്നത്. ടു റിസോൾവ് ദ കൊളീഷൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. സോ ഇവിടെ നമ്മൾ ലീനിയർ പ്രോബിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് കൊളീഷനെ ഓവർകം ചെയ്യുന്നത്. ഇനി എന്താണ് ലീനിയർ പ്രോബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു പൊസിഷനിലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ കൊളീഷൻ ഒക്കർ ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ ലീനിയർലി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക അടുത്ത ഫ്രീ സ്ലോട്ട് എവിടാണെന്നുള്ളത്. അടുത്ത ഫ്രീ സ്ലോട്ട് എവിടാണെന്ന് നമ്മൾ ലീനിയർലി സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എവിടെ കിട്ടും? 5-ൽ കിട്ടി. 5-ൽ നമ്മൾ ഇപ്പൊ ആരെയാ വെച്ചത്? 23നെ, സോറി 23 അല്ലല്ലോ, 65നെ അല്ലെ. 65നെ നമ്മള് 5-ൽ വിളിച്ചു. എന്തുകൊണ്ടാണ് 5-ൽ വെച്ചത്? നമ്മള് ഓൾറെഡി അത് 2-ലായിരുന്നു ഇരിക്കേണ്ടത്. പക്ഷെ 2 ഓൾറെഡി ഫില്ലാണ്. അവിടെ ഒരു കൊളീഷൻ ഒക്കർ ചെയ്തത് കൊണ്ട് ലീനിയർ പ്രോബിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് നെക്സ്റ്റ് ലീനിയർലി നമ്മൾ ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഫ്രീ സ്ലോട്ട് എവിടെയാണോ അവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ 65-ൽ പ്ലേസ് ചെയ്തു. അടുത്തത് 26 വന്നു. 26 മോഡ് 7 എത്ര വരും? 5 വന്നു. അപ്പൊ ഈ 26 വെക്കുന്നത് 5-ലോട്ടാണ്. പക്ഷെ 5-ൽ വെക്കാൻ പറ്റുമോ? അവിടെയും കൊളീഷൻ ഒക്കർ ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ കൊളീഷൻ ഒക്കർ ചെയ്തിട്ട് ഇവിടെ ഒരു കൊളീഷൻ വന്നു, അടുത്ത് ഇവിടെ ഒരു കൊളീഷൻ വന്നു അല്ലെ. അത് നമ്മൾ 6-ലോട്ട് വെച്ചു. അപ്പൊ 26 6-ലോട്ട് വെച്ചു. ഇനി അടുത്ത 93 ആണ്. 93 മോഡ് 7 ചെയ്യണം. എത്ര വരും? ഓക്കെ, 2 വരും അല്ലെ. അപ്പൊ ഇവിടെ 2 വന്നു കഴിയുമ്പോ നമുക്ക് ഓൾറെഡി 2-ല് നമുക്ക് ഓൾറെഡി ഫിൽഡ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ലീനിയർലി മൂവ് ചെയ്ത് വന്നപ്പോ ഇവിടെ ടോട്ടലി ഫില്ലാണ്. നമുക്ക് വേണമെങ്കിൽ അത് 1 എന്ന് പറയുന്ന പൊസിഷനിലോട്ട് കീപ്പ് ചെയ്യാം. അതായത് ലീനിയർലി മൂവ് ചെയ്ത് വന്നു. ഇനി വീണ്ടും ടോപ്പിലോട്ട് പോയി വരുമ്പോ നമുക്ക് അത് 1 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫ്രീ സ്ലോട്ട് ആണ് നോക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ എവിടെ പ്ലേസ് ചെയ്യാം? 93നെ 1-ൽ പ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കൊളീഷൻ ഒക്കർ ചെയ്തു ഇവിടെ? 3 കൊളീഷനും 4 വിത്തൗട്ട് കൊളീഷനും അല്ലെ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഫ്രം ദ ഫോളോവിംഗ് സീരീസ് വി ഹാവ് ടു സെലക്ട് വിത്തൗട്ട് ആൻഡ് വിത്ത് കൊളീഷൻ ആണ്. അപ്പൊ വിത്തൗട്ട് എത്രയാണ്? വിത്തൗട്ട് 4-ഉം വിത്ത് എത്ര വരും? 3-ഉം. അപ്പൊ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 3. The relation is in dash. Every non-key attribute is irreducibly depend on the primary key. ആൻസർ പറഞ്ഞോളൂ കേട്ടോ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ ഇട്ടേക്കുന്നത്. 2NF റൈറ്റ് ആൻസർ ആണ്. എന്താണ് 2NF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻ 2NF there is no partial dependency അല്ലെ. നോ പാർഷ്യൽ ഡിപ്പെൻഡൻസി. എന്താണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സപ്പോസ് വി ഹാവ് എ ടേബിൾ R with the following attributes. ഏതൊക്കെയാണ് attributes? A, B, C, D and E. ഇങ്ങനെ അത്ര attributes ഉണ്ട്. നമ്മൾ പറയാണ് the primary key is AB and we have set of functional dependency. AB gives C, B gives D, AC gives E. ഈ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നോക്കിക്കേ. ഇതില് AB എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി കീ, പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയും. പ്രൈമറി കീ ആരാണോ അവരെയാണ് നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇതില്
സി ഡി ഇ ആരാണ്? നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയിക്കേ. എ റിലേഷൻ ഈസ് ഇൻ ഡാഷ് എവറി നോൺ കീ ആട്രിബ്യൂട്ട്. എവറി നോൺ കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കീ അല്ലാത്ത ആട്രിബ്യൂട്ട്. അതിനെയാണ് നമ്മൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അല്ലെ. എവറി നോൺ കീ ആട്രിബ്യൂട്ട് ഈസ് ഇറഡ്യൂസിബിളി എന്നുള്ള ടേം നമ്മൾ നോക്കണ്ട. ഈസ് ഡിപ്പെൻഡ് ഓൺ പ്രൈമറി കീ. അതായത് പ്രൈമറി കീനെ ഫുള്ളി ഡിപ്പെൻഡഡ് ആയിരിക്കണം. പ്രൈമറി കീനെ ഫുള്ളി ഡിപ്പെൻഡഡ് ആയിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രൈമറി കീനെ ഫുള്ളി ഡിപ്പെൻഡഡ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഇവിടെ എ ബി ആണ് പ്രൈമറി കീ എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എ ബി ഗിവ് സി എന്ന് പറയുമ്പോൾ ഓക്കെ ആണ്. സിയുടെ കേസിൽ സി ആരിൽ നിന്നാണ് ഡിറ്റർമൈൻ ചെയ്തെടുത്തത്? എ ബിയിൽ നിന്നാണ്. അവിടെ എ ബി ആരാണ്? എ ബി എന്ന് പറയുന്നത് ഒരു പ്രൈമറി കീ ആണ്. അപ്പൊ ഇത് ഓക്കെ ആയി. പക്ഷെ ബി ഗീവ്സ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബി എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. പക്ഷേ എ ബി ആണ് പ്രൈമറി കീ അല്ലെ. ബി എന്ന് പറയുമ്പോൾ പാർഷ്യൽ കീ ആയിട്ടുള്ളൂ. പാർഷ്യൽ പ്രൈമറി കീ ആണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 നോർമൽ ഫോം ആണ് എങ്കിൽ, അല്ലെങ്കിൽ സെക്കൻഡ് നോർമൽ ഫോം ആണ് എങ്കിൽ there is no partial dependency. പാർഷ്യൽ ഡിപെൻഡൻസി വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ പാർഷ്യൽ ഡിപെൻഡൻസി ഇവിടെ വന്നു. അതുപോലെ തന്നെ എ സി ഗീവ്സ് ഇ എന്ന് പറഞ്ഞു. എ സി ഗീവ്സ് ഇ എന്ന് പറയുമ്പോൾ ഇ എന്ന് പറയുന്നത് നോൺ കീ ആട്രിബ്യൂട്ട് ആണ്. ഇവിടെ പാർഷ്യലി ഡിപ്പെൻഡ് ചെയ്തേക്കുവാണ് എനെ അല്ലെ. അപ്പോ ഇങ്ങനെ വരുമ്പോൾ നോ പാർഷ്യൽ ഡിപെൻഡൻസി വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, പാർഷ്യൽ ഡിപെൻഡൻസി വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഒരു പാർഷ്യൽ ഡിപെൻഡൻസി വന്നു അല്ലെ, പകുതിക്ക് വെച്ച് ഡിപെൻഡൻസി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് 2NF ൽ അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ നോൺ പ്രൈം ആട്രിബ്യൂട്ടും പ്രൈം ആട്രിബ്യൂട്ടിനെ ഫുള്ളി ഡിപ്പെൻഡഡ് ആണ് എങ്കിൽ ഇറ്റ് ഈസ് ഇൻ 2NF. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനി 1NF എന്തായിരുന്നു? 1NF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് മൾട്ടിപ്പിൾ വാല്യൂ വരാൻ പാടില്ല. സപ്പോസ് ഒരു റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്, ഐഡിയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിലേഷൻ ഐഡി, നെയിം, മൊബൈൽ നമ്പർ. ഒരാൾക്ക് 2 മൊബൈൽ നമ്പർ വരാം അല്ലെ. അപ്പം ഒരു ആട്രിബ്യൂട്ടിന് മൾട്ടിപ്പിൾ വാല്യൂ വന്നു. അങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂ വരാൻ പാടില്ല. അങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ടേബിളിനെ ഡീകമ്പോസ് ചെയ്ത് 2 ടേബിൾ ആക്കി മാറ്റണം. മൾട്ടിപ്പിൾ ഡിപെൻഡൻസി വരാൻ പാടില്ല. മൾട്ടിപ്പിൾ ഡിപെൻഡൻസി അല്ല, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് വരാൻ പാടില്ല. അങ്ങനെ വരുന്നതാണ് എന്ത്? ഫസ്റ്റ് നോർമൽ ഫോം. ഇനി തേർഡ് നോർമൽ ഫോം എന്താ പറയുന്നത്? there is no transitive dependency. അതായത് ട്രാൻസിറ്റീവ് റൂൾ എന്താ നമ്മൾ പറയുന്നത്? എ ഗീവ്സ് ബി ആണ്, ബി ഗീവ്സ് സി ആണ് എങ്കിൽ എ ഗീവ്സ് സി എന്നുള്ള ആ ഒരു ഡിപെൻഡൻസി വരാൻ പാടില്ല. ഓക്കെ, ദെൻ അടുത്തത് ഫോർത്ത് നോർമൽ ഫോം. ഫോർത്ത് നോർമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? മൾട്ടി വാല്യൂഡ് ഡിപെൻഡൻസി പാടില്ല. അതാണ് ഫോർത്ത് നോർമൽ ഫോം. അതുപോലെ ഫിഫ്ത്ത് നോർമൽ ഫോം ഉണ്ട്. അവിടെ നമ്മൾ എന്താ പറയുന്നത്? ജോയിന്റ് ഡിപെൻഡൻസി പാടില്ല. ഇത് കൂടാതെ നമുക്കൊരു ബോയ്സ് കോഡ് നോർമൽ ഫോം ഉണ്ട്, BCNF എന്ന് പറയും. ഈ തേർഡ് നോർമൽ ഫോം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതാണ് ബോയ്സ് കോഡ് നോർമൽ ഫോം, ദാറ്റ് ഇസ് BCNF. അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ ആ ബോയ്സ് കോഡ് BCNF വരുന്നത്. എന്താ BCNF എന്ന് പറഞ്ഞാല്? എക്സ് ഗീവ്സ് എ ആണ് എങ്കിൽ എക്സ് എന്തായിരിക്കണം? സൂപ്പർ കീ ആയിരിക്കണം. ഇതാണ് ബോയ്സ് കോഡ് നോർമൽ ഫോം പറയുന്നത്. ക്ലിയർ ആണോ കോൺസെപ്റ്റ് എല്ലാം? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സിക്യൂട്ട് ഓട്ടോമാറ്റിക്കലി വെൻ എ ഡേറ്റാബേസ് റിലേറ്റഡ് ഇവന്റ്സ് ഒക്കേഴ്സ്. ആൻസർ കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ഡി ട്രിഗർ ആണ്, റൈറ്റ് ആൻസർ ആണ്. നമുക്ക് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ട്രിഗർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്താണ് ട്രിഗർ? ഒരു അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു അൺയൂഷ്വൽ ഇവന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇവന്റ് എക്സിക്യൂട്ട്, ഒരു അൺയൂഷ്വൽ ഇവന്റ്, നമ്മൾ വിചാരിക്കാത്ത ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കണം? ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഒരു എക്സിക്യൂഷൻ നടക്കണം, ഒരു ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യണം. അതായത് അതിനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ATM പോയി ക്യാഷ് വിഡ്രോ ചെയ്യുവാണ് അല്ലെ. ക്യാഷ് വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ ബാലൻസ് 5,000 ഉള്ളൂ. പക്ഷേ നമ്മൾ 6,000 വിഡ്രോ ചെയ്യാൻ നോക്കുവാണ്. പക്ഷെ ATM മെഷീനുള്ളിൽ 6,000 നമുക്ക് തരാനായിട്ടുണ്ട്, പൈസ നമുക്ക് തരാനായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴാണ് എവിടെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്? നമ്മുടെ അക്കൗണ്ടിന്റെ ബാലൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ 5,000 ഉള്ളൂ,
6000 ആണ് നമ്മൾ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു അൺയൂഷ്വൽ ഇവന്റ് ആണ് നടക്കാൻ പോകുന്നത് അല്ലെ, നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാത്തൊരു എമൗണ്ട് ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അതൊരിക്കലും നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, ഒരു ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ ട്രിഗർ ആയിട്ട് കിട്ടുന്നത്, ഇൻസഫിഷ്യന്റ് എമൗണ്ട് എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു വാർണിംഗ് മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ട്രിഗർ എന്ന് പറയുന്നത്. എപ്പോഴൊക്കെയാണ് ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഡിലീഷന്റെ കേസിൽ ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യാം, ഇൻസേർഷന്റെ കേസിൽ ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ അപ്ഡേഷന്റെ കേസിൽ ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓൺ ഓർ ബിഫോർ ഈ രണ്ട് കണ്ടീഷനിലും നമുക്ക് ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അതായത് ഓൺ ബിഫോർ ഓൺ ആഫ്റ്റർ അല്ലെ, ഓൺ ബിഫോർ ഓൺ ആഫ്റ്റർ ഈ രണ്ട് കണ്ടീഷനിലും നമുക്ക് ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യാം. ഡിലീഷൻ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഡിലീഷന് ശേഷമോ, ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് ശേഷമോ, അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശേഷമോ, ഈ രീതിയിലുള്ള 3 സിറ്റുവേഷൻസിലാണ് നമ്മൾ ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വ്യൂ എന്ന് പറയുന്നത് എന്താണ്, വ്യൂ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടേബിളിലെ കുറച്ച് ഇൻഫോർമേഷൻ മാത്രം നമുക്ക് കിട്ടി ഒരു സെപ്പറേറ്റ് ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് ആ ടേബിളിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഓൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ് അല്ലെ, DDL കമാൻഡ് ആണ്. ആ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റാബേസിന്റെ സ്ട്രക്ചർ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5. An index record appear for every search key value in the file. Dense index ആണ് റൈറ്റ് ആൻസർ. അമ്പിളി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെൻസ് ഇൻഡെക്സ് ആണ് റൈറ്റ് ആൻസർ. എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഡെക്സിംഗിന്റെ കോൺസെപ്റ്റ്, ഹാഷിംഗിന്റെ ആ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 2 രീതിയിൽ നമുക്ക് ഇൻഡെക്സ് ഫയലിനെ ഓർഗനൈസ് ചെയ്യാം, ഡെൻസ് ആയിട്ടും സ്പാർസ് ആയിട്ടും. ഡെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലോക്കിലുള്ള എല്ലാ റെക്കോർഡിന്റെയും പ്രൈമറി കീ നമ്മളുടെ ഡെൻസ് ഇൻഡെക്സ് ഫയലിൽ ഉണ്ട് എങ്കിൽ ആ എല്ലാ പ്രൈമറി കീയും, അതായത് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രം, ഇതാണ് നമ്മളുടെ ബ്ലോക്ക്. ഓക്കെ, ഇതാണ്, ഞാൻ ഒരു സിംഗിൾ ബ്ലോക്കേ കാണിക്കുന്നുള്ളൂ. ഈ ബ്ലോക്കില് 10, 20, 30, 40, 50, 60, 70 എന്ന് പറഞ്ഞ് ഓരോ കുട്ടികളുടെ റോൾ നമ്പർ ഇങ്ങനെ വെച്ചേക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്ലോക്ക് 1. ഇനി ഇതാണ് നമ്മളുടെ ഇൻഡെക്സ് ഫയല്. ഓക്കെ, ഈ ഇൻഡെക്സ് ഫയലിന് 2 ഫീൽഡ് ആണ് ഉള്ളത്. ഒരെണ്ണം ഒരു കീ. ഓക്കെ, ഒന്ന് കീ, ഒന്ന് ബ്ലോക്ക് പോയിന്റർ. ഓക്കെ, അല്ലെങ്കിൽ റെക്കോർഡ് പോയിന്റർ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ റെക്കോർഡ് പോയിന്റർ ആണ് ഇപ്പൊ നോക്കുന്നത്. അതായത് ഇത് കീ 10 എന്ന് പറയുന്ന കീ, അതിന്റെ റെക്കോർഡിലോട്ടുള്ള പോയിന്റർ. 20 എന്ന് പറയുന്ന കീ, അതിന്റെ റെക്കോർഡിലോട്ടുള്ള പോയിന്റർ. 30 എന്ന് പറയുന്ന കീ, അതിന്റെ റെക്കോർഡിലോട്ടുള്ള പോയിന്റർ. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിക്കേ, ബ്ലോക്കിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇൻഡെക്സ് ഫയലിന്റെ സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഓരോ സിംഗിൾ റെക്കോർഡിനും നമുക്ക് എന്തുണ്ടാകും, ഇവിടെ എൻട്രി ഉണ്ടാകും. അതാണ് നമ്മുടെ ഏത് കോൺസെപ്റ്റ്, ഡെൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ സ്പാർസ് ഇൻഡെക്സിൽ ആക്ച്വലി നമുക്ക് ഇതൊരു ബ്ലോക്ക് 1 ആണ് എങ്കിൽ ഇത് നമ്മുടെ ഡെൻസ് ഇൻഡെക്സ് ആണ് കേട്ടോ, ഇത് നമ്മളുടെ ഡെൻസ് ഇൻഡെക്സ് ആണ്. എന്നാൽ സ്പാർസ് ഇൻഡെക്സിന്റെ കേസിൽ ഇതുപോലെ തന്നെ 2 ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ആദ്യത്തേത് കീ, രണ്ടാമത്തേത് ബ്ലോക്ക് പോയിന്റർ ആയിരിക്കും. അപ്പൊ 10 എന്ന് പറയുന്ന ബ്ലോക്ക്, ആ ഒരു റെക്കോർഡ്, 10 എന്ന് പറയുന്ന റെക്കോർഡ് ഇരിക്കുന്ന ബ്ലോക്ക് ഏതാണോ അവിടോട്ടൊരു പോയിന്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്തായിരിക്കും, അടുത്തത് 80 എന്ന് പറയുന്ന റെക്കോർഡ് ഇരിക്കുന്ന ബ്ലോക്ക്, അതായത് ഇവിടെ വരുന്ന രണ്ടാമത്തെ ബ്ലോക്ക്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ബ്ലോക്ക്. അപ്പൊ ബ്ലോക്കുകളുടെ കൗണ്ട് എത്രയാണോ അതിനനുസരിച്ച് ഇൻഡെക്സിനകത്ത്, ഈ ഇൻഡെക്സ് ഫയലിനകത്ത് എൻട്രി ഉണ്ടാവുള്ളൂ. സോ അതാണ് ഡെൻസ് ഇൻഡെക്സ്, സ്പാർസ് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 6. The number of transactions executed in given amount of time is called throughput. അല്ലെ, നമുക്കത് എപ്പോഴും അറിയാം, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ പറയാറുണ്ട് നമ്പർ ഓഫ് പ്രോസസ് എക്സിക്യൂട്ടഡ് പെർ യൂണിറ്റ് ടൈം അല്ലെ. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ട്രാൻസാക്ഷൻ ഒരു പർട്ടിക്കുലർ ടൈം, ഒരു യൂണിറ്റ് ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ്, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ എക്സിക്യൂട്ടഡ് ഇൻ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രൂപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. In hashing, we use the term to denote a unit of storage that can store one or more records. Option B,
ബക്കറ്റ് ആണ് റൈറ്റ് ആൻസർ അല്ലെ. ഹാഷിംഗ് ടെക്നിക്കിനകത്ത് നമ്മൾ റെക്കോർഡുകൾ പ്ലേസ് ചെയ്യുന്ന ആ ഒരു സ്റ്റോറേജ് ഏരിയനെ പറയുന്ന പേരാണ് ബക്കറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ, ഫസ്റ്റ് അല്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 7 ബക്കറ്റ്സ് ആർ യൂസ്ഡ്. അതായത് ഇതാണ് ഇൻഡെക്സ് ഫയലിൽ നമ്മൾ ഓരോ ബക്കറ്റുകളിലായിരിക്കും നമ്മൾ ഇത് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബക്കറ്റ്സ് ആണ് നമ്മൾ ബേസിക് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 8. Dash is a predicate expression expressing a condition that wish the database always to satisfy. Option C, assertion ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി assertion ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, എന്താണ് assertion? Assertion is a predicate expressing a condition that we wish the database always to satisfy. ഡെഡ്ലോക്ക് നമുക്കറിയാം അല്ലെ. ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിസോഴ്സ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഇവന്റ് നടക്കാനോ നമ്മൾ ഇൻഡെഫിനിറ്റ്ലി വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഡ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓതറൈസ്ഡ് യൂസർ ആണോ ആക്സസ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുന്ന ടെക്നിക്കാണ് ഓതറൈസേഷൻ. QBE എന്താണ്? ക്വറി ബൈ എക്സാമ്പിൾ. അതായത് നമ്മൾ ഒരു ക്വറി എക്സാമ്പിൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതേ പാറ്റേണിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെക്കാനിസം ആണ് ക്വറി ബൈ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. SQL command to delete a column from an existing table. SQL command to delete a column from an existing table. ഓക്കെ, ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഓൾട്ടർ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, SQL command to delete a column from an existing table. ഒരു ടേബിളിലെ കോളം ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിളിന്റെ സ്ട്രക്ചറെ ചേഞ്ച് ചെയ്യുവാണ് സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമ്മൾ DDL കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ DDL കമാൻഡ് ആയിട്ടുള്ളത് നമുക്ക് ഓൾട്ടർ മാത്രമാണ്. ഓൾട്ടർ മാത്രമല്ല, ഇതിൽ ഡിലീറ്റ് കോളം ആൻഡ് ഡിലീറ്റ് ടേബിൾ എന്ന് പറയുന്നത് DML കമാൻഡ് ആണ്. അതായത് അതിനുള്ളിലെ വാല്യൂ മാത്രമേ ഡിലീറ്റ് ആയി പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഡ്രോപ്പ് ടേബിൾ എന്ന് പറയുന്നതും ഒരു DDL കമാൻഡ് ആണ്. അത് എൻറ്റയർ ടേബിളിന്റെ സ്ട്രക്ചർ ഡിലീറ്റ് ആയി പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഡ്രോപ്പ് ടേബിൾ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എല്ലാവരും B, D ഒക്കെയാണ് ആൻസർ തന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കോളത്തിലെ വാല്യൂ ഡിലീറ്റ് ചെയ്യാനല്ല. വി ഹാവ് ടു അല്ലെങ്കിൽ വി വാണ്ട് ടു ഡിലീറ്റ് എ പർട്ടിക്കുലർ കോളം ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ടേബിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. An attribute or set of attribute within one relation that matches the candidate key of other relation. ഓപ്ഷൻ ഡി ഫോറിൻ കീ ആണ്, റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഡി ഫോറിൻ കീ. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്കറിയാം നമ്മൾ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡന്റിന്റെ ഒരു ടേബിള്, ഇതാണ് നമ്മുടെ സ്റ്റുഡന്റിന്റെ ടേബിള്. ഇതിനകത്തൊക്കെ 2 ആട്രിബ്യൂട്ട് നമുക്ക് കൊടുത്താൽ മതി. സ്റ്റുഡന്റിന്റെ ID SIDയും അതുപോലെ തന്നെ നെയിമും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടേബിൾ ഉണ്ട്, കോളേജ്. ഓക്കെ, അവിടെ നമുക്ക് എന്തുണ്ടാവും? കോളേജ് ID ഉണ്ടാകും, കോളേജ് നെയിം ഉണ്ടാകും, സ്റ്റുഡന്റ് ID ഉണ്ടാകും. ഇവിടെ ഫസ്റ്റ് ടേബിളില് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളില് സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്റ്റുഡന്റ് ID പ്രൈമറി കീ ആണ്. അതുപോലെ തന്നെ കോളേജ് എന്ന് പറയുന്ന ടേബിളിൽ കോളേജ് ID പ്രൈമറി കീ ആണ്. എന്നാൽ കോളേജ് എന്ന് പറയുന്ന ടേബിളിൽ നമ്മൾ SID യൂസ് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡന്റ് ID യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് റെഫർ സ്റ്റുഡന്റ് ടേബിൾ. ഓക്കെ, അതായത് കോളേജ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് സ്റ്റുഡന്റിന്റെ ടേബിളിനെ റെഫർ ചെയ്യണമെങ്കിൽ വി നീഡ് ദ പ്രൈമറി കീ ഓഫ് ദ സ്റ്റുഡന്റ് ടേബിൾ ആസ് എ ഫോറിൻ കീ ഇൻ കോളേജ് ടേബിൾ. അതായത് മറ്റൊരു ടേബിളിലെ വാല്യൂ നമ്മുടെ ടേബിളിൽ വരുമ്പോൾ അതൊരു ഫോറിൻ എൻറ്റിറ്റി ആയി മാറും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടോ within one relation that matches the candidate key of some relation. ഓക്കെ, അപ്പം ഒരു ആട്രിബ്യൂട്ടിന്റെ ഒരു ടേബിളിലെ ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആട്രിബ്യൂട്ടുകളോ മറ്റൊരു ടേബിളിന്റെ കാൻഡിഡേറ്റ് കീയുമായിട്ട് മാച്ച് ആയി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോറിൻ കീ എന്ന് പറയുന്നത്. ഇനി പ്രൈമറി കീ എന്താണ്?
പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് അല്ലെ. അതായത് പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളിലെ ഓരോ ആട്രിബ്യൂട്ടിനെയും അല്ലെങ്കിൽ ഓരോ ആട്രിബ്യൂട്ട് അല്ല ഓരോ റോനെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് നമ്മുടെ പ്രൈമറി കീ. പ്രൈമറി കീയുടെ വാല്യൂ എന്താവണം? നോട്ട് നൾ ആവണം അല്ലെ. പ്രൈമറി കീയുടെ വാല്യൂ നമ്മൾ നോട്ട് നൾ ആവണം. ഓക്കെ, അതാണ് നമ്മുടെ എൻറ്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻ പറയുന്നത്. ദെൻ കാൻഡിഡേറ്റ് കീ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കുവാണ്, ഇതാണ് നമ്മുടെ സൂപ്പർ കീ. എന്താണ് സൂപ്പർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടേബിളിലുള്ള എല്ലാ ആട്രിബ്യൂട്ടുകളുടെയും ഒരു കളക്ഷനെയാണ് നമ്മൾ സൂപ്പർ കീ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു സെറ്റ് ആണ് കാൻഡിഡേറ്റ് കീ. ഈ കാൻഡിഡേറ്റ് കീയിലെ ഒരു ആട്രിബ്യൂട്ടിനെ ആവാൻ നമ്മൾ ആരാക്കി മാറ്റുന്നത്? പ്രൈമറി കീ ആക്കി മാറ്റുന്നത്. ഇനി കാൻഡിഡേറ്റ് കീ ഉണ്ട്, സെക്കൻഡറി കീ ഉണ്ട്, ഓൾട്ടർനേറ്റീവ് കീ ഉണ്ട്, ഫോറിൻ കീ ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള കീസ് നമ്മുടെ ഒരു ടേബിളിൽ വരാൻ സാധ്യതയുണ്ട്. ഈ കാൻഡിഡേറ്റ് കീനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾട്ടർനേറ്റീവ് കീന്നോ അല്ലെങ്കിൽ സെക്കൻഡറി കീന്നോ പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 11. A clustered index is defined on the field which are of type. ആൻസർ പറഞ്ഞോളൂ. ക്ലസ്റ്റേർഡ് ഇൻഡെക്സിങ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, നമ്മുടെ ബുക്കിന്റെ ഒരു ഇൻഡെക്സിങ് ഓർത്താൽ മതി. നമ്മൾ എന്തിനാ ഇൻഡെക്സിങ് നോക്കുന്നത്? നമുക്ക് ചിലപ്പോൾ ഒരു 10-400 പേജുള്ള ഒരു ബുക്ക് ടെക്സ്റ്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതിലൊരു സപ്പോസ് നോർമലൈസേഷനെ കുറിച്ച് അറിയണം. അപ്പൊ അതിന്റെ പേജ് 1 by 1 പേജ് മറിച്ച് നോക്കാതെ നമുക്ക് ഇൻഡെക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നോർമലൈസേഷന്റെ പേജ് നമ്പർ കിട്ടും അല്ലെ. അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ നമ്മളുടെ ടേബിളുകളെല്ലാം നമ്മൾ ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ആ ഹാർഡ് ഡിസ്കില് എക്സിക്യൂഷന് വേണ്ടി ഓരോ ബ്ലോക്കുകളും അല്ലെ, ഹാർഡ് ഡിസ്കിൽ നിന്ന് ഓരോ ബ്ലോക്കുകളും മെയിൻ മെമ്മറിയിലോട്ട് എടുത്തോണ്ട് വരണം ഫോർ ദ പർപ്പസ് ഓഫ് എക്സിക്യൂഷൻ. അപ്പൊ അങ്ങനെ എടുത്തോണ്ട് വരുമ്പോൾ നമുക്ക് ഹാർഡ് ഡിസ്കിലെ എൻറ്റയർ ബ്ലോക്കോ അല്ലെങ്കിൽ ഒന്നിലധികം ബ്ലോക്കുകളോ നമുക്ക് എടുത്തോണ്ട് വരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എല്ലാ ബ്ലോക്കും നമുക്ക് മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവരാനും പറ്റില്ല. നമുക്ക് വേണ്ട ഏതാണോ ഇപ്പൊ എക്സിക്യൂഷന് വേണ്ടേ ആ ബ്ലോക്കിനെ മാത്രം ഐഡന്റിഫൈ ചെയ്ത് മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം എക്സിക്യൂഷൻ നടത്താൻ. അപ്പൊ അങ്ങനെ ഈസിലി ആയിട്ട് നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് നമ്മളുടെ റെക്കോർഡിനെ ഐഡന്റിഫൈ ചെയ്ത് മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഇൻഡെക്സിങ്. ഓക്കെ, ഇൻഡെക്സിങ് 2 രീതിയിലാണ് ഇൻഡെക്സിങ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? സ്റ്റാറ്റിക് ഇൻഡെക്സിങ്ങും ഡൈനാമിക് ഇൻഡെക്സിങ്ങും. ഡൈനാമിക് ഇൻഡെക്സിംഗിൽ വരുന്നതാണ് B-tree ആൻഡ് B+tree. സ്റ്റാറ്റിക് ഇൻഡെക്സിംഗിൽ വരുന്നതാണ് പ്രൈമറി ഇൻഡെക്സിംഗ്, സെക്കൻഡറി ഇൻഡെക്സിംഗ്, തേർഡ് വൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സിംഗ്. ഓക്കെ, പ്രൈമറി ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if we are performing the indexing file from the primary key, അതായത് ഒരു കീ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ, പ്രൈമറി കീ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൈമറി കീ ആണ് കേട്ടോ. പ്രൈമറി കീ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് ഒബ്വിയസ്ലി എന്തും കൂടെ ആയിരിക്കണം? ഓർഡേർഡും കൂടെ ആയിരിക്കണം. അങ്ങനെയുള്ള ഇൻഡെക്സ് ഫയലിനെയാണ് നമ്മൾ പറയുന്നത് പ്രൈമറി ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ സെക്കൻഡറി ഇൻഡെക്സിംഗ് വരുമ്പോൾ അവിടെ നമുക്ക് വി ക്യാൻ ബി ഐദർ കീ ഓർ നോൺ കീ. കീയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ കീയോ ആവാം. പക്ഷെ എന്തായിരിക്കണം? ഓർഡേർഡ് ആയിരിക്കണം, സോർട്ടഡ് ഓർഡറിലായിരിക്കണം. അതായത് നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ച ഫയലുകൾ നോക്കിക്കേ, ഞാൻ ഇവിടെ എഴുതിയപ്പോൾ നോക്കിക്കേ, ഒരു ഓർഡറിലാണ് എഴുതിയത് അല്ലെ, 10, 20, 30 അങ്ങനെ ഒരു സോർട്ടഡ് ഓർഡറിലാണ് എഴുതിയേക്കുന്നത്. അതുപോലെ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ ഫയൽ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ക്ലസ്റ്റേർഡ് ഇൻഡെക്സിംഗ് വരുമ്പോൾ നമുക്ക് അവിടെ നോൺ കീ ആയിരിക്കും. അതായത് പ്രൈമറി കീ ഒന്നും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു നോൺ കീ ആയിരിക്കും. അതോടൊപ്പം തന്നെ അൺഓർഡേർഡും കൂടി ആയിരിക്കും. ഓർഡറിലല്ലായിരിക്കും, അൺഓർഡേർഡിലായിരിക്കും നമ്മൾ ക്ലസ്റ്റേർഡ് ഇൻഡെക്സിംഗ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ എന്തായിരിക്കും ഇവിടെ വരുന്നത്? ഇതൊക്കെ നമ്മുടെ ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് പറയുന്നത് അല്ലെ. അപ്പൊ നോൺ കീ ആൻഡ് എന്ത് വരും? ഓർഡറിംഗ് ആണോ വരുന്നത്? സോറി, നോൺ കീ ആൻഡ് ഓർഡേർഡ് ആണ്, അൺഓർഡേർഡ് അല്ല കേട്ടോ, ഓർഡേർഡ് ആണ്. ഒരു മിനിറ്റ്, ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഒരു മിനിറ്റ്.
സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്ന് പറയുമ്പോഴാണ് കീ ഓർ നോൺ കീ അൺഓർഡേർഡ് വരുന്നത്. ഓക്കെ, എന്നാൽ ക്ലസ്റ്റേർഡ് ഇൻഡെക്സിംഗ് വരുമ്പോൾ ഓർഡേർഡ് ആയിരിക്കും. നോൺ കീ പ്ലസ് ഓർഡേർഡ് ആയിരിക്കും ക്ലസ്റ്റേർഡ് ഇൻഡെക്സിംഗ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഒന്നും കൂടെ ഞാൻ പറയാം. നമുക്ക് ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന മെക്കാനിസം ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമുക്ക് ഇൻഡെക്സിംഗ്, സെക്കൻഡറി, ദെൻ പ്രൈമറി, ദെൻ ക്ലസ്റ്റേർഡ് ഇൻഡെക്സിംഗ് ഉണ്ട്. പ്രൈമറി ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ പ്ലസ് ഓർഡേർഡ്. പ്രൈമറി കീ എപ്പോഴും ഓർഡേർഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അത് പ്രൈമറി കീ പ്ലസ് ഓർഡേർഡ് ആയിരിക്കും നമ്മളുടെ പ്രൈമറി ഇൻഡെക്സിംഗ് വരുന്നത്. സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാല് പ്രൈമറി കീനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വേറെ കീ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവുമല്ലോ, അതായത് നോൺ കീ ആട്രിബ്യൂട്ട്സ് അല്ലെ. പ്രൈമറി കീനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ നോൺ കീ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, അതായത് കീ ആവാം അല്ലെങ്കിൽ നോൺ കീ ആട്രിബ്യൂട്ട്സ് ആവാം. ഓക്കെ, അതോടൊപ്പം തന്നെ എന്തായിരിക്കണം? അൺഓർഡേർഡ് ആയിരിക്കും. കാരണം നമുക്കറിയാം കീനെ ബേസ് ചെയ്തിട്ട് ഒരു ഓർഡറിലായിരിക്കും നമ്മുടെ ടേബിൾ ഇരിക്കുന്നതെന്ന്. ഓക്കെ, പക്ഷെ നമ്മുടെ ഇൻഡെക്സ് ഫയൽ എന്തായിരിക്കാം? അൺഓർഡേർഡ് ആയാലും നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ദെൻ നമ്മുടെ ക്ലസ്റ്റേർഡ് ഇൻഡെക്സിംഗ് വരുമ്പോൾ അവിടെ നമ്മൾ കീ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നോൺ കീ ആണ്. പക്ഷെ ഈ നോൺ കീനെ നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ചെയ്തിട്ടാണ് ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സിംഗ് മെക്കാനിസംസ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഓൺ എ സിസ്റ്റം യൂസിംഗ് ഫിക്സഡ് ബ്ലോക്ക് with 40 bytes record and 350 bytes blocks, how many space will be wasted എന്നാണ്, wasted in each block? സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബ്ലോക്ക് സൈസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 350 byte. ദെൻ റെക്കോർഡ് സൈസ് തന്നിട്ടുണ്ട്. എത്രയാണത്? 40 bytes. ഇനി ഹൗ മെനി സ്പേസ് വിൽ ബി വേസ്റ്റഡ് ഇൻ ഈച്ച് ബ്ലോക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. കണ്ടുപിടിച്ചോളൂ. ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ബ്ലോക്ക് സൈസ് നമുക്ക് തന്നിട്ടുണ്ട്, റെക്കോർഡ് സൈസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. എന്താണ് ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ആവറേജ് നമ്പർ ഓഫ് ആവറേജ് നമ്പർ ഓഫ് റെക്കോർഡ് ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ ബ്ലോക്ക് അല്ലെ. എത്ര റെക്കോർഡ് നമുക്ക് ഈ ബ്ലോക്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബ്ലോക്കിംഗ് ഫാക്ടർ. സോ ബ്ലോക്കിംഗ് ഫാക്ടർ എങ്ങനെ കാണിക്കുന്നത്? ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. അപ്പൊ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? അതായത് 35 ഡിവൈഡഡ് ബൈ 4 കിട്ടും അല്ലെ. ഓക്കെ, 35 ഡിവൈഡഡ് ബൈ 4, അതായത് നമുക്ക് മനസ്സിലാക്കി 8 റെക്കോർഡുകളെ, 3 എന്നല്ല 8 റെക്കോർഡുകളെ നമുക്ക് 40 ബൈറ്റ് സൈസ് ഉള്ള 8 റെക്കോർഡുകളെ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പ്ലേസ് ചെയ്യാം. അപ്പൊ ടോട്ടൽ നമുക്ക് 350 ആണ് ബ്ലോക്ക് സൈസ്. 8 റെക്കോർഡുകളെ പ്ലേസ് ചെയ്യുമ്പോൾ എത്ര സ്പേസ് വേണ്ടി വരും? 8 ഇൻറ്റു 40, അതായത് 320. സോ ബാക്കി എത്ര സ്പേസ് വരും? 30 ബൈറ്റ്സ് ഫ്രീ ആയിട്ട് കിടക്കും. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതില്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ റീസെന്റ് ചോദിച്ചിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ IT, ഇതിന്റെ രണ്ടിന്റെയും കൂടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ബേസിക് ലെവലും കൂടെ ടച്ച് ചെയ്തിട്ടാണ്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13. കൺസിഡർ ഫോളോവിംഗ് റിലേഷണൽ സ്കീമാസ് ഫോർ എ ഡേറ്റാബേസ് R ABCDEF SABC എന്ന് തന്നിട്ടുണ്ട്. വിത്ത് ഫോളോവിംഗ് സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപെൻഡൻസി. അസ്യൂം A, B is the key for both schemas. Which of the following statement is true? ഓപ്ഷൻ എ ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഓപ്ഷൻ എയുടെ ആൻസറിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണ്? പറയാമോ ആർക്കെങ്കിലും? നിങ്ങൾക്ക് എങ്ങനെ എ കിട്ടി? എ ആണ് റൈറ്റ് ആൻസർ.
എങ്ങനെയാണ് എ കിട്ടുന്നത്? ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. അതിന്റെ ആട്രിബ്യൂട്ട് എന്തൊക്കെയാണ്? എ, ബി, സി, ഡി, ഇ, എഫ്. അതുപോലെ തന്നെ നമുക്ക് എസ് എന്ന് പറയുന്ന മറ്റൊരു ടേബിൾ ഉണ്ട്. അതിന്റെ ആട്രിബ്യൂട്ട് എ, ബി, സി ആണ്. ഇനി നമുക്ക് സെറ്റ് ഓഫ് 3 ഫങ്ഷണൽ ഡിപെൻഡൻസി തന്നിട്ടുണ്ട്, 1, 2, 3. നമുക്ക് ആദ്യം ആർ എന്ന് പറയുന്ന ഒരു ടേബിൾ എടുക്കാം. ആർ എന്ന് പറയുന്ന ടേബിളിലും നമ്മളോട് പറഞ്ഞേക്കുന്ന കാൻഡിഡേറ്റ് കീയുടെ സെറ്റ് എന്താണ്? എ, ബി ആണ് കാൻഡിഡേറ്റ് കീ. ഓക്കെ, അപ്പൊ നമ്മൾ 2NF ആണോ 3NF ആണോ എന്നുള്ള കോമ്പിനേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ BCNF ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം 2NF നോക്കാം. 2NF നോക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 2NFന്റെ കേസില് നോ പാർഷ്യൽ ഡിപെൻഡൻസി. ഓക്കെ, പാർഷ്യൽ ഡിപെൻഡൻസി എന്ന് പറയുമ്പോ നോ പാർഷ്യൽ ഡിപെൻഡൻസി എന്ന് പറയുമ്പോ ആർ എന്ന് പറയുന്ന ടേബിളില് അല്ലെ, ആർ എന്ന് പറയുന്ന ടേബിളില് എയും ബിയും കാൻഡിഡേറ്റ് കീ ആണ്. എ ബി അല്ല കാൻഡിഡേറ്റ് കീ. ശ്രദ്ധിക്കണം, അതാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. എ ബി കാൻഡിഡേറ്റ് കീ അല്ല. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? എ ഒരു കാൻഡിഡേറ്റ് കീ ആണ്, അടുത്ത കാൻഡിഡേറ്റ് കീ ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എ ബി ഗീവ്സ് സി എന്ന് പറയുന്നതും എ ഡി ഇ ഗീവ്സ് എഫ് എന്ന് പറയുന്നതും അവിടെ പാർഷ്യൽ ഡിപെൻഡൻസി വന്നിട്ടില്ല അല്ലെ. നമുക്കൊരു ഡൗട്ട് വരും, 3യുടെ കേസില് എ ബി ഇല്ലല്ലോ അല്ലെ, എ ബി ഇല്ലല്ലോ, ബി മിസ്സിംഗ് ആണല്ലോ എന്നുള്ള ഡൗട്ട് വരും. പക്ഷെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? കാൻഡിഡേറ്റ് എന്ന് പറയാൻ എ, ബി ആണ്. ഓക്കെ, അപ്പൊ അതിൽ എ വന്നാ മതി, അവിടെ നമുക്ക് പാർഷ്യൽ ഡിപെൻഡൻസി ഇല്ല. ഓക്കെ, അപ്പം 2NF ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി 3NF നോക്കിക്കേ. 3NF എന്താ പറഞ്ഞേക്കുന്നത്? 3NF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി. എന്താണ് ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി? എ ഗീവ്സ് ബി, ബി ഗീവ്സ് സി. അങ്ങനെ ആണെങ്കിൽ എ ഗീവ്സ് സി വരാൻ പാടില്ല. ഇവിടെ നോക്കിക്കേ, എ ബി ഗീവ്സ് സി, എ ബി ഗീവ്സ് സി, സി ഗീവ്സ് എ ബി ഡി ഇ അല്ലെ. ദെൻ നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ ആണ്, എ, ബി എന്ന് പറയുന്ന കാൻഡിഡേറ്റ് കീ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ വീണ്ടും എന്ത് വന്നു? എ വന്നു, എ ഡിറ്റർമൈൻ ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് 3NFലല്ല, 3NFലല്ല എന്ന് മനസ്സിലായി. ഇനി എസ് എന്ന് പറയുന്ന റിലേഷൻ എടുത്തു. എസ് എന്ന് പറയുന്ന റിലേഷനകത്ത് ആകെ വരുന്ന ആട്രിബ്യൂട്ട് എന്താണ്? എയും ബിയും സിയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഫങ്ഷണൽ ഡിപെൻഡൻസി മാത്രമേ അതിൽ പറ്റുള്ളൂ, ഫസ്റ്റ് ഫങ്ഷണൽ ഡിപെൻഡൻസി മാത്രമേ പറ്റുള്ളൂ. അവിടെ ഒന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അത് ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി വന്നിട്ടില്ല അല്ലെ. അതുകൊണ്ട് എന്താ പറയാൻ പറ്റും? എസ് എന്ന് പറയുന്ന റിലേഷൻ ഈസ് ഇൻ 3NF. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A relation schema R is in Boy's code normal form if whenever a non-trivial functional dependency X gives a hold in R, then which all statements are true. ഇവിടെ ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട് ലിൻഡ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻ ഡി വരുന്നുണ്ട്, സി വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കേസിൽ കറക്റ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും പറയും ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ബോയ്സ് കോഡ് നോർമൽ ഫോമിൽ എക്സ് ഗീവ്സ് എ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്താണ്? സൂപ്പർ കീ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ എക്സ് സപ്പോസ് എക്സ് സൂപ്പർ കീ ആണ് എങ്കിൽ ഇറ്റ് ക്യാൻ ബി എ പാർട്ട് ഓഫ് കാൻഡിഡേറ്റ് കീ. ഇത് കാൻഡിഡേറ്റ് കീ ആവാം, ഇതൊരു പ്രൈമറി കീ ആവാം അല്ലെ. കാരണം പ്രോപ്പർ സെറ്റ് ആണ് സൂപ്പർ കീ. ഇതിൽ നിന്നാണ് നമ്മൾ കാൻഡിഡേറ്റ് കീനെയും പ്രൈമറി കീനെയും ഒക്കെ എടുക്കുന്നത് അല്ലെ. ഇപ്പോ നമ്മുടെ ടേബിളിൽ 2 ആട്രിബ്യൂട്ടേ ഉള്ളൂ, ഈ 2 ആട്രിബ്യൂട്ടും കൂടെയാണ് സൂപ്പർ കീ. അങ്ങനെ ആണെങ്കിൽ ഈ 2 ആട്രിബ്യൂട്ട് കാൻഡിഡേറ്റ് കീ ആണ്, ചിലപ്പോൾ ഈ 2 ആട്രിബ്യൂട്ടും ആയിരിക്കാം പ്രൈമറി കീ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓൾ ഓഫ് ദ ട്രൂ വരാം, എ വരാം, ബി വരാം, സി വരാം, ഏത് ഓപ്ഷൻ വേണമെങ്കിലും വരാം. സോ ഇതിവിടെ ഒരു ആംബിഗ്യൂറ്റി ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തിയറിറ്റിക്കലി നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. പക്ഷേ ഇൻഡെപ്ത് നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആവാനുള്ള സാധ്യതയും ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്.